നമസ്കാരം. നാളെ അതായത് 2026 ഫെബ്രുവരി 12 10 കേന്ദ്ര ട്രേഡ് യൂണിയനുകളുടെ സംയുക്ത വേദി ഭാരത് ബന്ദിന് ആഹ്വാനം നൽകിയിരിക്കുന്ന വിവരം നിങ്ങൾ ഇതിനോടകം അറിഞ്ഞിട്ടുണ്ടാവും. ഈ ഭാരത് ബന്ദ് രാജ്യത്തെ എങ്ങനെയെല്ലാമാണ് ബാധിക്കാൻ പോകുന്നത്? നിങ്ങളെ ഇത് ഏതെങ്കിലും തരത്തിൽ വ്യക്തിപരമായി ബാധിക്കുമോ? എന്തിനാണ് ഈ പണിമുടക്ക് നടത്തുന്നത്? ആരൊക്കെയാണ് ഇതിൽ പങ്കുചേരുന്നത്? സാധാരണക്കാരായ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വിവരങ്ങൾ എന്തെല്ലാമാണ് ഈ ബന്ദിനെക്കുറിച്ച്? ഈ വീഡിയോയിലൂടെ നമുക്ക് എല്ലാം ഒന്ന് പരിശോധിക്കാം. പ്രധാനമായും കേന്ദ്ര സർക്കാരിൻ്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെയാണ് ഈ സമരം. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് 4 പുതിയ ലേബർ കോഡുകളാണ്. തൊഴിലാളികളുടെ സംഘടിക്കാനുള്ള അവകാശത്തെയും ജോലി സുരക്ഷിതത്വത്തെയും ഈ നിയമങ്ങൾ ഇല്ലാതാക്കുമെന്നാണ് ട്രേഡ് യൂണിയനുകൾ ആരോപിക്കുന്നത്. കൂടാതെ ഇൻഡോ US വ്യാപാര കരാർ ഇന്ത്യൻ കാർഷിക മേഖലയെ തകർക്കുമെന്ന ഭീതിയിൽ നിരവധി കർഷക സംഘടനകളും ഈ സമരത്തിൽ അണിചേരുന്നു എന്നതാണ് പ്രത്യേകത. ആണവോർജ്ജ മേഖലയിലെ സ്വകാര്യവൽക്കരണത്തിന് വഴി തുറക്കുന്ന ശാന്തി ആക്ട്, ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ പരിഷ്കാരങ്ങൾ എന്നിവയും ഈ പ്രതിഷേധത്തിന്റെ കാതലായ വിഷയങ്ങൾ തന്നെയാണ്. ഏകദേശം 30 കോടി തൊഴിലാളികൾ ഈ പണിമുടക്കിൽ രാജ്യവ്യാപകമായി പങ്കെടുക്കുമെന്നാണ് ട്രേഡ് യൂണിയനുകൾ അവകാശപ്പെടുന്നത്. ബാങ്കിംഗ് മേഖലയിലെ പ്രമുഖ യൂണിയനുകളും പണിമുടക്കിന് നോട്ടീസ് നൽകിയിട്ടുണ്ടെന്ന് അറിയുന്നു. അതിനാൽ നാളെ ബാങ്ക് ശാഖകളുടെ പ്രവർത്തനം മിക്കവാറും തടസ്സപ്പെട്ടേക്കാം. 5 ദിവസത്തെ ജോലി സമയം നടപ്പിലാക്കുക, പഴയ പെൻഷൻ പദ്ധതി OPS പുനഃസ്ഥാപിക്കുക എന്നിവയാണ് ബാങ്ക് ജീവനക്കാരുടെ പ്രധാന ആവശ്യങ്ങൾ. കേരളത്തിൽ ഈ പണിമുടക്ക് ഒരു സമ്പൂർണ്ണ സ്തംഭനമായി മാറാൻ ഇടയുണ്ട്. ഇന്ന് രാത്രി 12 മണി മുതൽ 24 മണിക്കൂർ നേരത്തേക്കാണ് സംയുക്ത സമരസമിതി പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത്. KSRTC സ്വകാര്യ ബസ്സുകൾ, ടാക്സികൾ, ഓട്ടോറിക്ഷകൾ എന്നിവ നിരത്തിലിറങ്ങില്ല എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. കടകമ്പോളങ്ങളും ഷോപ്പിംഗ് മാളുകളും IT പാർക്കുകളും അടഞ്ഞുകിടക്കുമെന്ന് കേൾക്കുന്നു. സ്കൂളുകൾക്കും കോളേജുകൾക്കും നന്നായി പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ നാളെ അവധി ആയിരിക്കാനാണ് സാധ്യത. അത് പ്രഖ്യാപിക്കേണ്ടത് അതിൽ ബന്ധപ്പെട്ട അധികാരികളാണ്. ജനങ്ങളുടെ അത്യാവശ്യ കാര്യങ്ങൾ പരിഗണിച്ച് ചില സേവനങ്ങളെ പണിമുടക്കിൽ നിന്നും ഒഴിവാക്കിയിട്ടുള്ളതായി ട്രേഡ് യൂണിയൻ പറഞ്ഞിട്ടുണ്ട്. ആശുപത്രികൾ, ആംബുലൻസുകൾ, മരുന്ന് കടകൾ, പാൽ, പത്രം വിതരണം എന്നിവ തടസ്സപ്പെടുത്തില്ല എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. കൂടാതെ ശബരിമല തീർത്ഥാടകരുടെ യാത്രയെയും പണിമുടക്ക് ബാധിക്കില്ലെന്ന് സംയുക്ത സമരസമിതി അറിയിച്ചിട്ടുണ്ട്. ATMകളും ഓൺലൈൻ ബാങ്കിംഗ് സേവനങ്ങളും എല്ലാവർക്കും ലഭ്യമായിരിക്കുമെന്നും അറിയിക്കുന്നു. നിങ്ങളുടെ അത്യാവശ്യ യാത്രകളും ബാങ്കിംഗ് ഇടപാടുകളും ഉണ്ടെങ്കിൽ അവ ഇന്നേ ക്രമീകരിക്കാൻ ശ്രദ്ധിക്കുക. നാളെ അത് ബുദ്ധിമുട്ടാകാൻ സാധ്യതയുണ്ട്. ഈ പണിമുടക്കിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എല്ലാ വർഷവും ഇതുപോലെയുള്ള പണിമുടക്കുകൾ നടക്കാറുണ്ട്. അവയൊക്കെ എത്രമാത്രം റിസൾട്ട് നൽകിയിട്ടുണ്ട് എന്നുള്ളതും ചിന്തിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ കൃത്യമായ വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കുമായി ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളത് ചെയ്യണമേ എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.